മെറ്റ് PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റീം പവർ പ്ലാന്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്റ്റീം എനർജിയുടെ സഹായത്താൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ആണ് സ്റ്റീം പവർ പ്ലാന്റ്. ഇതിനായി വാട്ടർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ പലതരത്തിലുള്ള എലമെൻറ്റ്സ് ഈ ഒരു സ്റ്റീം പവർ പ്ലാന്റിൽ ആവശ്യമുണ്ട്. ആദ്യമായി സ്റ്റീം ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എലമെൻറ്റിനെ നമ്മൾ വിളിക്കുക ബോയിലർ എന്നാണ്. ഒരു ബോയിലറിൻ്റെ സഹായത്താൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുകയും അത്തരത്തിലുള്ള ഹൈ എനർജിയുള്ള സ്റ്റീം ഉപയോഗിച്ചിട്ടൊരു ടർബൈനെ കറക്കുകയും തൽഫലമായി ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്ററോ ആൾട്ടർനേറ്ററോ കറങ്ങി അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഒരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനം. ഇതിലെ ഓരോ എലമെൻസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് എക്സാംസിനെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്നും എല്ലാം ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇതിലെ എലമെൻസിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം വരുന്നത് സ്റ്റീം ഫോർമേഷനാണ്. സ്റ്റീം ഫോർമേഷനായിട്ട് റിലേഷൻ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസുകളുണ്ട്. ആ ടേംസുകൾ ആദ്യം നോക്കാം. അതിനുശേഷം സ്റ്റീം ഫോർമേഷനെ കുറിച്ചും പിന്നെ ഇതിലെ ഓരോ എലമെൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ടേംസുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് കംപ്രസ്ഡ് ലിക്വിഡ് ആൻഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ്. ഇപ്പോൾ ലിക്വിഡിനെ രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു, കംപ്രസ്ഡ് ലിക്വിഡും സാച്ചുറേറ്റഡ് ലിക്വിഡും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ചേമ്പറിൽ ഒരു ലോഡ് കൊടുത്തിട്ട് കംപ്രസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു ലിക്വിഡിനെ കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റൊക്കെ വെച്ചിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ പ്രഷർ അപ്ലൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള ലിക്വിഡിനെ നമ്മൾ വിളിക്കുക കംപ്രസ്ഡ് ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിലൊന്നും അത് വേപ്പറൈസ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ വേപ്പറൈസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ലിക്വിഡിനെയാണ് കംപ്രസ്ഡ് ലിക്വിഡ് എന്ന് വിളിക്കുന്നത്. ദ ലിക്വിഡ് ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് ടു വേപ്പറൈസ് ഈസ് കോൾഡ് കംപ്രസ്ഡ് ലിക്വിഡ്. എന്നാൽ സ്റ്റേറ്റ് 2 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആവുന്നത് നമുക്ക് കാണാം. ടെമ്പറേച്ചർ ഇവിടെ റൈസ് ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ടുണ്ട്. പ്രഷറിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് വീണ്ടും ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് വേപ്പറായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വാട്ടറാണ് ഇവിടെ യൂസ് ചെയ്തതെങ്കിൽ അത് സ്റ്റീമായിട്ട് മാറും. അപ്പോൾ അത് വേപ്പർ ആവാനുള്ളൊരു ടെൻഡൻസി, ലിക്വിഡ് ദാറ്റ് ഈസ് അബൌട്ട് ടു വേപ്പറൈസ് ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ്. അപ്പോൾ വേപ്പർ ആവാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുന്ന ലിക്വിഡാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നോക്കണം. 1 atmospheric പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്താണ് വാട്ടർ ഈ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡായിട്ട് മാറുന്നത്. നെക്സ്റ്റ് വരുന്ന ടൈം സാച്ചുറേറ്റഡ് വേപ്പർ ആൻഡ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ 1 atmospheric പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു വാട്ടർ വേപ്പർ സിസ്റ്റമാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ ഒഴിവാക്കുകയാണെങ്കിൽ അത് കണ്ടൻസ് ആയിട്ട് തിരിച്ച് വാട്ടറിലേക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനെ കണ്ടൻസ് ആവാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ അതിനെ സാച്ചുറേറ്റഡ് വേപ്പർ എന്നാണ് വിളിക്കുക. എന്നാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ വീണ്ടും റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ വോളിയം കൂടുന്നതായിട്ട് കാണാം. കൂടാതെ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ അതിനെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്നും വിളിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീമിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആയി അതൊരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റീമിനെ നമ്മൾ വിളിക്കുക സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്നാണ്. അപ്പോൾ ഇവിടെ വേപ്പറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് നമുക്ക് വിളിക്കാം. വേപ്പർ ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് ടു കണ്ടൻസ്. അപ്പോൾ കണ്ടൻസ് ആവാത്ത ടൈപ്പ് വേപ്പറിനെയാണ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആൻഡ് സാച്ചുറേഷൻ പ്രഷർ.
അപ്പോൾ നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിലൊക്കെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച്, അതായത് 1 atm മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ അതേപോലെ അറ്റ് എ ഗിവൺ പ്രഷർ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ പ്യുവർ സബ്സ്റ്റൻസസ് ചേഞ്ചസ് ഫേസ് ഈസ് കോൾഡ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക T സാച്ചുറേഷൻ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് നടക്കുക, ആ നടക്കുന്ന ടെമ്പറേച്ചറിനെയാണ് T സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് നടക്കാൻ കാരണമായിട്ടുള്ള പ്രഷറിനെയാണ് സാച്ചുറേഷൻ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക P സാച്ചുറേഷൻ എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിലും നമ്മൾ ചാർട്ടിലൊക്കെ കാണാറുണ്ട്. T സാച്ചുറേഷനും P സാച്ചുറേഷനും 2 രീതിയിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്, ഒരു ഫേസ് ചേഞ്ച് പ്രോസസ്സിൻ്റെ പ്രോപ്പർട്ടി ഡയഗ്രാം. അപ്പോൾ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡ് വരെ വരുന്നത് ലിക്വിഡ് റീജിയനാണ്. ലെഫ്റ്റിൽ നിന്ന് ഈ ഒരു പോയിന്റിന് ശേഷം വരുന്ന റീജിയൻസൊക്കെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. അപ്പോൾ ഇവിടെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനുമാണ് വരുന്നത്. ഈ ഒരു ലൈനിൻ്റെ ഈ സൈഡിൽ വരുന്നതൊക്കെ കംപ്രസ്ഡ് ലിക്വിഡാണ്. ഈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൻ്റെ പുറത്ത് വരുന്നതൊക്കെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റീജിയനാണ്. ഇവിടെ എക്സ് ആക്സിസിൽ വോളിയം കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ ടെമ്പറേച്ചറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾസൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വാട്ടർ ഇപ്പോൾ 0 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മെല്ലെ കൂടി വരുന്നു. അപ്പോൾ അതൊരു 100 ഡിഗ്രി എത്തുന്ന സമയത്ത് ഫേസ് ചേഞ്ച് സ്റ്റാർട്ടാവുന്നു. അപ്പോൾ ഇവിടെ ഫേസ് ചേഞ്ച് സ്റ്റാർട്ടാവുന്ന ആ ഒരു T സാച്ചുറേഷൻ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ വന്നു. അതിനുശേഷം ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഫേസ് ചേഞ്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ റൈസ് സംഭവിക്കുന്നില്ല. അപ്പോൾ 100 ഡിഗ്രി എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എത്തിയെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ഓരോ ടൈമിൽ ഹീറ്റ് കൊടുക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത് സ്റ്റീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ അവിടുത്തെ ടെമ്പറേച്ചർ അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൽ മെഷർ ചെയ്യാൻ സാധിക്കുക. സോ അവിടെ നമ്മൾ കൊടുത്ത ഹീറ്റൊക്കെ ഫേസ് ചേഞ്ചിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഈ ഒരു അറ്റത്തെത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി എന്തായിട്ടുണ്ടാവും, അവിടെ സ്റ്റീമായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. ഇവിടെ സാച്ചുറേറ്റഡ് വേപ്പർ, ഇവിടെ സാച്ചുറേറ്റഡ് ലിക്വിഡ്. അപ്പോൾ അതാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് ചേഞ്ചാണ് ഈ ഒരു റീജിയനിൽ നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്താവും, സൂപ്പർ ഹീറ്റായിട്ട് മാറും. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് അത് മാറുന്നു, ടെമ്പറേച്ചറൊക്കെ റൈസ് ആവുന്നതൊക്കെ കാണാം. ഇവിടെ ലിക്വിഡ് റീജിയനാണ്. ലിക്വിഡിന് ഹീറ്റ് കൊടുത്ത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് ഫേസ് ചേഞ്ച് സംഭവിച്ച് സാച്ചുറേഷൻ വേപ്പറായി. അവിടെ നിന്ന് അതിന് ശേഷം വീണ്ടും ഹീറ്റ് കൊടുക്കുമ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പറുമായിട്ട് മാറുന്നു. ഇനി പ്രഷർ ചെറിയ രീതിയിൽ മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അനുസരിച്ചിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചറും ഈ ഒരു റീജിയനൊക്കെ മാറി വരും. അങ്ങനെ പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുന്ന സമയത്ത് ഈ പോയിൻ്റിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് വേപ്പറായിട്ട് മാറും. അതായത് വാട്ടർ ജസ്റ്റ് ഈ ഒരു കണ്ടീഷനിൽ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അറ്റ് ഇൻസ്റ്റൻറ്റ് ടൈമിൽ തന്നെ അത് വേപ്പറായിട്ട് മാറുന്നൊരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ അത്തരത്തിലുള്ള പോയിൻറ്റിനെയാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും വരുന്നത് 22.12 MPa-യും 647.14 കെൽവിനുമാണ്. അപ്പോൾ അതേപോലെ ഓരോ സബ്സ്റ്റൻസിനും ഓരോ രീതിയിലുള്ള ക്രിട്ടിക്കൽ പോയിൻ്റുകൾ ഉണ്ടായിരിക്കും.
അപ്പോൾ ഇവിടെ ഫേസ് ചേഞ്ച് ആ ഒരു പോയിന്റിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പോയിന്റിൽ ഫേസ് ചേഞ്ച് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുക ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ്. ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഹീറ്റിംഗ് നടക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം അത് സാച്ചുറേഷൻ ലിക്വിഡായിട്ട് മാറുന്നൊരു ടെമ്പറേച്ചർ എത്തും. അതായത് ഫേസ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മൊത്തം ഫേസ് ചേഞ്ചാണ് നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ സാച്ചുറേറ്റഡ് വേപ്പറായിട്ട് മാറി ഇവിടെ നിന്ന് നമുക്ക് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതെന്താവും, ലിക്വിഡ് റീജിയനായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള സ്റ്റീമിനെയാണ്, ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ പാർട്ടിക്കിളായിട്ട് മിക്സ് ചെയ്ത് നിൽക്കുന്ന സ്റ്റീമിനെയാണ് വെറ്റ് സ്റ്റീം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സാച്ചുറേഷൻ പോയിന്റിലുള്ളത് ഡ്രൈ സ്റ്റീമാണ്. ഇവിടെ ഡ്രൈ സ്റ്റീം, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടേം. ഇവിടെ ഡ്രൈനെസ് ഫ്രാക്ഷൻ x=0 ആയിരിക്കും. ഈ അറ്റത്തേക്ക് വരുമ്പോൾ ഡ്രൈനെസ് ഫ്രാക്ഷൻ x=1 ആയിരിക്കും. അപ്പോൾ ഒരു ഡ്രൈ സ്റ്റീമിന് ഡ്രൈനെസ് ഫ്രാക്ഷൻ 1 ആയിരിക്കും, അത് ഓർക്കുക. പിന്നെ ഡ്രൈ സ്റ്റീമിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറും. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ വീണ്ടും റൈസ് ആവുന്നത് കാണാം. അതാണ് ഈ ഒരു ഡയഗ്രാം വരുന്നത്. സോ ഇവിടെ നമുക്ക് ഫോർമേഷൻ ഓഫ് സ്റ്റീമിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ ഡയഗ്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. 0 ഡിഗ്രിയിലുള്ള വാട്ടറാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്നത്. അവിടെ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സാച്ചുറേഷൻ ടെമ്പറേച്ചർ വരെ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആവും. ഫോർ എക്സാമ്പിൾ 180 ml ഒരു 100 ഡിഗ്രി സെൽഷ്യസ് വരെ അത് ടെമ്പറേച്ചർ റൈസ് ആവുന്നത് നമുക്ക് കാണാം. അതിനുശേഷം പിന്നെ ടെമ്പറേച്ചർ റൈസ് ആവില്ല. വാട്ടർ എന്തായി മാറും, ഫേസ് ചേഞ്ച് സംഭവിച്ച് സ്റ്റീമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വെറ്റ് സ്റ്റീം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് എത്തുന്നത്. അത് കംപ്ലീറ്റ്ലി ഈ വാട്ടർ പാർട്ടിക്കിൾ മൊത്തം സ്റ്റീമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് വിളിക്കും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക VG എന്ന് പറഞ്ഞിട്ടാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം നമുക്കിവിടെ കിട്ടും. അതിനുശേഷം വീണ്ടും ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുന്നൊരു റീജിയനിലേക്കും കടക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണുന്നത്. വാട്ടർ ഹീറ്റിംഗ് ആണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചറൊക്കെ റൈസ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഹീറ്റിനെ സെൻസിബിൾ ഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. സെൻസിബിൾ ഹീറ്റ്. അതിനുശേഷം പിന്നെ T സാച്ചുറേഷനിൽ എത്തുന്നു. അവിടെ നിന്ന് ഇവാപ്പറേഷനാണ് നടക്കുന്നത്, അതായത് ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത്. സോ ഫേസ് ചേഞ്ചിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ ലാറ്റൻ്റ് ഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. ലാറ്റൻ്റ് ഹീറ്റ്. അതിനുശേഷം അത് സാച്ചുറേറ്റഡ് വേപ്പറായിട്ട് ഇവിടെ നിൽക്കുന്നു. വീണ്ടും ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ആയിട്ട് സൂപ്പർ ഹീറ്റിംഗ് നടക്കുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഓരോ പോയിന്റിലും ഹീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ HF എന്ന് പറയുന്നൊരു സ്റ്റേജ്, ഇവിടെ HFG എന്ന് പറയുന്നൊരു ഹീറ്റാണ് കൊടുക്കുന്നത്. സൂപ്പർ ഹീറ്റിന് വേണ്ടിയിട്ട് H സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നൊരു ഹീറ്റുമാണ് കൊടുക്കുന്നത്. T സൂപ്പർ ഹീറ്റ് ഈ ഒരു പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും T സൂപ്പർ ഹീറ്റ്. ഇപ്പോൾ 3 തരത്തിലുള്ള ഹീറ്റ് നമ്മളിപ്പോൾ പഠിച്ചു. സെൻസിബിൾ ഹീറ്റ്, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി, ഫേസ് ചേഞ്ചിന് വേണ്ടി ലാറ്റൻ്റ് ഹീറ്റ്, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്നും വിളിക്കും. ഇപ്പോൾ സ്റ്റീം ഫോർമേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഹീറ്റുകളാണ് അത് 3. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഓഫ് വാട്ടർ HF, it is defined as a quantity of heat absorbed by 1 kilogram of water when it is heated from 0 degree Celsius to boiling point. അതായത് ഫ്രീസിങ് പോയിൻ്റ് മുതൽ ബോയിലിംഗ് പോയിൻ്റ് വരെ
1 കിലോഗ്രാം വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് സെൻസിബിൾ ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ ടോട്ടൽ ഹീറ്റ് അല്ലെങ്കിൽ എൻതാൽപ്പി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ലാറ്റൻ്റ് ഹീറ്റ് ഓർ ഹിഡൻ ഹീറ്റ്. ഈ ഒരു ഹീറ്റ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല, ഒരു ഇൻസ്ട്രുമെൻറ്റിലും അത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ഹിഡൻ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ലാറ്റൻ്റ് ഹീറ്റ് ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് വാട്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ ടു സ്റ്റീം അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് HFG എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഹീറ്റ് ടോട്ടൽ ഹീറ്റ് ഓർ എൻതാൽപ്പി ഓഫ് വെറ്റ് സ്റ്റീമാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 കിലോഗ്രാം ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻ ടു വെറ്റ് സ്റ്റീം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ വെറ്റ് സ്റ്റീമിൻ്റെ ഹീറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ HF പ്ലസ് എക്സ് ഇൻറ്റു HFG ആണ്. അപ്പോൾ അത് എക്സ് എന്ന് പറയുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ്. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ കേസിലാണെങ്കിൽ വെൻ സ്റ്റീം ഈസ് ഹീറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബിക്കം ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ്. സ്റ്റീം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിന് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഹീറ്റ് ആവുന്നു. അങ്ങനെയുള്ള സ്റ്റീമിനെയാണ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ സൂപ്പർ ഹീറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റ് ഈസ് ഈക്വൽ ടു HF പ്ലസ് HFG പ്ലസ് CP ഡെൽറ്റ T ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ T എടുക്കുമ്പോൾ T സൂപ്പർ ഹീറ്റഡ് മൈനസ് T സാച്ചുറേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെയും സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെയും നടുക്ക് വരുന്ന ആ ഒരു ലൈനിൽ വരുന്ന സംഭവമാണ് ഡ്രൈനസ് ഫ്രാക്ഷൻ. എക്സ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. The term dryness fraction is related with wet steam. It is defined as the ratio of mass of water vapor in the steam to the mass of steam containing in it. It is usually expressed by symbol X or Q. X വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് X is equal to mg by mg plus mf അല്ലെങ്കിൽ ml. അപ്പോൾ ഇവിടെ mg എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ വേപ്പർ, അതായത് ഡ്രൈ സ്റ്റീമിൻ്റെ മാസാണ് ഇവിടെ mg എന്ന് പറഞ്ഞിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അടിയിൽ വരുന്നത് വെറ്റ് സ്റ്റീമിൻ്റെ മാസ്. അപ്പം വെറ്റ് സ്റ്റീമിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ mg പ്ലസ് mf അല്ലെങ്കിൽ ml യൂസ് ചെയ്യേണ്ടി വരും. അത് തമ്മിലുള്ള റേഷ്യോ ആയിട്ട് നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാം. അപ്പം അത് സാച്ചുറേറ്റഡ് വാട്ടറിൻ്റെ കേസിൽ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ കേസിൽ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതാണ് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഡ്രൈനസ് ഫ്രാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ത്രോട്ട്ലിംഗ് കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിക് കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീം ഫോർമേഷൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ സ്റ്റീം ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ കീപ് വാച്ചിങ്. താങ്ക് യു.